കുടിയന്മാരെന്ന് നിങ്ങൾ പറയില്ല, മദ്യപിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള അതിനു വേണ്ടുന്ന രീതിയിൽ കേരള സംസ്ഥാനത്തുടനീളം എല്ലാ സഭകളും എല്ലാ സമുദായങ്ങളും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ശക്തമായ സംവിധാനങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഇന്നുണ്ടായിട്ടുണ്ട്. അതിനെ കൂടാതെ സർക്കാരിന് ഇപ്പം നിലവിലുള്ള നയം വളരെ വികലമായി വന്നിരിക്കുന്നുണ്ട്. കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയധികം വികലമായൊരു നയം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന്റെ വെളിച്ചത്തിൽ നിശ്ചയമായിട്ടും സർക്കാരിന് ഈ നയം പിൻവലിക്കാൻ, അതായത് ഈ രാവിലെ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയത്തെ ഈ സമയം വർദ്ധിപ്പിച്ച് ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത് പിൻവലിക്കാൻ തക്കവിധം ഉള്ള രീതിയിൽ നമ്മുടെ സഭയിലെ മുഴുവൻ മേലധ്യക്ഷന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയൊരു മുന്നണികൾക്കും ഈ ഒരു നിവേദനം കൊടുക്കുവാനും ഒക്കെയുള്ള ഒരു ഗൗരവമായ ചിന്തയിലേക്ക് കടന്നിട്ടുണ്ട്. പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുക, എല്ലാ പഞ്ചായത്തുകളിലും മേഖലകളിലും ഒക്കെ തന്നെ ഇതിനു വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യുക, അതിനുവേണ്ടി അടിയന്തരമായിട്ട് എല്ലാ വിഭാഗങ്ങളെയും കൂടെ കൂട്ടിച്ചേർക്കുക, എല്ലാ മതസ്ഥരെയും കൂടെ കൂട്ടിച്ചേർത്തുള്ള ഒരു സംവിധാനത്തിന് ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഈ ക്രൈസ്തവ സഭാ വിഭാഗത്തിലുള്ള ആളുകൾക്കാണ് ബാറുടമകളായിട്ടുള്ളത്, അവരോട് നിങ്ങൾ ആശയവിനിമയം നടത്തുക. ഇത്തരത്തിൽ വിശ്വാസപരമായ കാര്യം എന്ന നിലയിൽ കൂടി ബാറുകൾ ഈ സമയത്തിൽ അടച്ചിടണം, അല്ലെങ്കിൽ അവർ വ്യാപാരത്തിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ളൊരു ആവശ്യം അവരോട് ഉന്നയിക്കുമോ ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ബാറുടമകളോട്? ഒരു ബാറുടമകളോടും സഭകൾക്കാർക്കും മമതയില്ല. ഒരു ബാറുകളും നടത്തുവാനും ഒരു സഭാ സമൂഹങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് നടത്തരുത് എന്ന് പറഞ്ഞ് ആരെയും അടിച്ച് സമ്മർദ്ദം ചെലുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ ഇത് തെറ്റാണ്, തിന്മയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ കാര്യങ്ങളിൽ ഈ പള്ളിയുടെ സ്ഥാനമാനങ്ങളിൽ ഒന്നും, പള്ളി കമ്മിറ്റികളിൽ ഒന്നും തന്നെ ലഹരി ആസക്തരെ ഉൾപ്പെടുത്തുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തുന്നില്ല. പ്രത്യക്ഷ സമരം ഉണ്ടാവില്ല എന്നുള്ളതാണോ? പ്രത്യക്ഷ സമരം ഉണ്ടാവില്ല, അതിന് പകരം ഈ നിവേദനവും അല്ല, പ്രത്യക്ഷ സമരം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വിഭാഗങ്ങളെ കൂടി ഒന്നുകൂടെ, ഇപ്പം ഞങ്ങൾ 2 സമൂഹങ്ങൾ മാത്രമല്ലേ കൂടിയാലോചന നടത്തിയിരിക്കുന്നത്, എല്ലാ വിഭാഗങ്ങളും കൂടെ കൂടി ആലോചിച്ചുള്ള ഒരു ക്രമീകരണത്തിലേക്ക് വരണമെന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.